ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നല്ലത് ഇജുക്കാട്ടിലാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനും ഇന്ന് ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ എഴുതി എന്നാൽ പിന്നെ ഇതൊരു ഷോപ്പിംഗ് വ്ളോഗ് ആക്കാണ്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ മാർക്കേഴ്സിന് ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന പാടെ ഈ ഒരു ക്യൂട്ട് ഹൈലൈറ്റ് സെറ്റാണ് കണ്ടത്. പക്ഷേ എനിക്കിവിടെ ഹൈലൈറ്റ് ഒരുപാടുണ്ട്, അതുകൊണ്ട് പിന്നെ ആ ഹൈലൈറ്ററൊന്നും ഞാൻ വലുതായിട്ടുണ്ട് നോക്കിയില്ല. പിന്നെ എവിടെയാണെങ്കിലും കുറേ പെൻസിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെൻസിലൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ മാത്രം എടുത്ത് പോകുന്നു. അങ്ങനെ അതൊക്കെ നോക്കിപ്പോയി. പിന്നെ അവിടെ കുറേ വാട്ടർ ബോട്ടിൻ്റെയും ലഞ്ച് ബോക്സിൻ്റെയും ഒക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടു, നോക്കിയേ തിരിച്ചു വെച്ചു. ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ നേരെ പോയി തന്നോട്ടാ ഗിഫ്റ്റിൻ്റെ സെക്ഷനിലേക്ക്. അവിടെയാണെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ രസം. എനിക്കൊക്കെ ഇതാരെങ്കിലും വാങ്ങിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. അവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ത് രസമല്ലേ കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ നേരെ നോക്കിയത് ഇതായിരുന്നു. ഇതാണ് എനിക്ക് ഇത്തിരി ഏറ്റവും ഇഷ്ടമായത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല, ഭയങ്കര തോരയുണ്ട് ഇപ്പോഴും എനിക്ക്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ക്യാൻവാസ് ബോർഡും ക്യാൻവാസ് ഷീറ്റും ഡ്രോയിങ് ബുക്കും ഡ്രോയിങ് ഷീറ്റും ക്രയോൺസും കളർ പെൻസിൽസും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതാണ് എല്ലാ സാധനവും സൂപ്പർ ക്വാളിറ്റി സാധനമാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് മാത്രമല്ലല്ലോ, ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇതൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബെസ്റ്റാണ്. പിന്നെ ടീച്ചേഴ്സിനും ഇവർക്കൊക്കെ ഉള്ള ഫയൽസും A4 സൈസും A5 സൈസും അങ്ങനെ ഒരുപാട് സൈസുള്ള ഫയൽസും ഉണ്ട്. മാത്രമല്ല ഫയൽസിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഗ്ലൂവിൻ്റെ സെക്ഷൻ, എല്ലാ ടൈപ്പ് ഗ്ലൂവും ഇവിടെ ഉണ്ട്. എന്തിനേറെ പറയാൻ, ഗ്ലിറ്റർ ഗ്ലൂ വരെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ സെക്ഷനിലാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സാധനം എനിക്ക് കിട്ടിയത്. അതെന്താണെന്ന് കാണണ്ടേ? ഇതാണ് സാധനം. പലർക്കും നല്ല കണ്ടുപരിചയമുണ്ടാവും. ക്ലേ ടൂൾസ്. ഓൺലൈനിലൊക്കെ ഞാൻ അതിന് കണ്ടിട്ടില്ലെങ്കിലും ഭയങ്കര റേറ്റാണ്. പക്ഷേ ഇവിടെ എനിക്ക് അഫോർഡബിൾ റേറ്റിലാണ് അത് കിട്ടിയത്. പിന്നെ ബാഗിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. വെറൈറ്റി ടൈപ്സ് ഓഫ് ബാഗ്സും പിന്നെ ക്യൂട്ട് എസ്തെറ്റിക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് ബാഗ്സും ഇവിടെ ഉണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് ഐറ്റംസ് മാത്രമല്ലടോ, ഡെക്കറേഷൻ ഐറ്റംസ് വരെ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ട A to Z കാര്യങ്ങൾ വരെ ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ സെക്ഷൻ നോക്കുമ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. ആദ്യം കണ്ടപ്പോഴേക്ക് വലുതായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊരു ക്യാൻഡിലാണെന്ന്. പിന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്റ്റിക്കി നോട്ട്സ്. വേറെ എന്ത് വേണം? ഈ സ്റ്റിക്കി നോട്ട്സൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാം കൂടെ വാങ്ങിയാലോ എന്നുള്ള മൈൻഡ് വരെയൊക്കെ അന്നേരം ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ട. അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു മാസം നമ്മൾ ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടായിരിക്കും ആ ഒരു ഗിവ് അവേ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ സ്റ്റിക്കേഴ്സിൻ്റെ സെക്ഷനിലൂടെ കണ്ടുപിടിച്ചപ്പോഴാണ് ഒരു സ്റ്റിക്കർ ഞാൻ കാണുന്നത്. പക്ഷേ ഞാനിപ്പോൾ കാണിച്ചില്ല. അത് നമ്മുടെ ഹോൾ വീഡിയോ വരുത്തുന്നുണ്ട്, അപ്പോൾ ഞാൻ അതിൽ കാണിച്ചത്. അങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വുഡൻ കോസ്റ്റർ കണ്ടത്. നമ്മുടെ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ് സാധനം. പിന്നെ ഈ വുഡൻ ക്ലിപ്സും അങ്ങനെ പല ഐറ്റംസ് ഞാൻ അവിടെ കണ്ടു. സത്യം പറഞ്ഞാൽ എല്ലാം ഒരു പിൻട്രസ്റ്റിയുമായ പിന്നെ റെസിൻ ബ്ലോക്കൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ഐറ്റം. അതിന് വരെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഹ്യൂജ് പെണ്ണിൻ്റെ സെക്ഷനും ഉണ്ട് ഇവിടെ.
ഇനി ഈ ഒരു സെക്ഷനാണ് എൻ്റെ ഫേവററ്റ് സെക്ഷൻ, ക്യൂട്ട് നോട്ട് ബുക്സിൻ്റെ സെക്ഷൻ. ഇവിടെയാണെങ്കിൽ ഒരുപാട് ജേർണലിങ്ങിനെ പറ്റിയ ബുക്സും അല്ലാതെയുള്ള ബുക്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വാഷി ടിപ്സ്, അതെപ്പോഴും എൻ്റെ ഒരു വികാരമായതുകൊണ്ട് തന്നെ എല്ലാ വാഷി ടിപ്സും വെറുതെ എങ്കിലും ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വെച്ച. പിന്നെ സ്പേസ് തീമുള്ള 2 നോട്ട് ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ റെസിനായിട്ട് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഈ ഒരു ഗോൾഡ് ഫോയിൽ നമ്മൾ റെസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ റെസിൻ കിറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമൊന്നുമല്ല, വുമൻസിന് ഉപയോഗിക്കാൻ പറ്റിയ സൈഡ് ബാഗ്സ് വരെ അവിടെ ഉണ്ട്. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് കോയിൻ പൗച്ചസ്. പക്ഷേ എനിക്കിപ്പോൾ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നു. അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സാധനമാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച്. ഇന്നതേ മിനിസോയിൽ പോയ വൈബൊക്കെ എനിക്ക് ഈ 2 ബാഗ് നോക്കിയപ്പോൾ കിട്ടി. പിന്നെ കുട്ടിയൊക്കെ പറ്റിയ കുറേ വെറൈറ്റീസ് ഓഫ് ജീപ്പും കാറും അങ്ങനെയുള്ള കുറേ ടോയ്സും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ ഒരു നോട്ട്ബുക്കിൻ്റെ സെക്ഷൻ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു നോട്ട്ബുക്സിന്. പിന്നെ ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ്. ഇതാണ് റബ്ബർ സെക്ഷൻ. ഇതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് റബ്ബർ ഏതാണെന്ന് പറയുന്നത് ഇക്കാണ്, ഈ ഡോക്ടറിൻ്റെ ഈ സംഭവം. പിന്നെ ഫാബർ കാസിൻ്റെയും ഡോംസിൻ്റെ ക്രയോൺസും സ്കെച്ചും കളർ പെൻസിൽസും അങ്ങനെ കുറേ വെറൈറ്റീസ്. പിന്നെ ഈ ഒരു ആൽക്കഹോൾ മാർക്കേഴ്സ്, അതിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമുണ്ട്, ഞാൻ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ കാൽക്കുലേറ്റേഴ്സ്, സ്ലൈം, സ്റ്റാമ്പ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഈ ക്ലോക്ക്. പിന്നെ ഒരു ഡ്രോയിങ് പെൻ കേസ്, അതിൻ്റെ സംഭവം എനിക്ക് മനസ്സിലായില്ല, എന്നാലും ഞാൻ വീഡിയോ എടുത്തു. പിന്നെ വേറെ വെറൈറ്റീസ് ഓഫ് പേപ്പർ സോപ്സ്. പിന്നെ അതിലെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് ആ ഒരു കളർ പെൻസ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലേക്കായിരുന്നു. അവിടെയാണെങ്കിൽ ഫുൾ ഹാമ്പറിന് വേണ്ട A to Z കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല കുട്ടികൾക്കുള്ള ടോയ്സിൻ്റെ ഒരു ഹ്യൂജ് സെക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രെയിം, മിനി ഫ്രെയിം, A5 ഫ്രെയിം, A4 ഫ്രെയിം അങ്ങനെ കുറേ സൈസുള്ള ഫ്രെയിംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഫറോക്ക് ചുങ്കത്താണ്. സോ ഇതുപോലുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർ വേഗം പോകുന്ന ലേറ്റ് കാർഡിലേക്ക്. സോ ബൈ.